നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ തദ്ദേശീയ മുന്നേറ്റം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അഭിമാനകരമായ നിരവധി ആയുധങ്ങളും പദ്ധതികളും ഒക്കെ ഇതിനോടകം തന്നെ രാജ്യത്തിന് സമർപ്പിച്ചു കഴിയുകയും ചെയ്തു. അക്കൂട്ടത്തിൽ രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച ആളില്ലാ വ്യോമ യുദ്ധവിമാനമായ ഘാതകിന്റെ പ്രാധാന്യവും ഏറെ നിർണായകമാണ്. റഡാർ സിഗ്നലുകൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന ഘാതക് ഡ്രോൺ DRDOയും എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ചേർന്നാണ് വികസിപ്പിക്കുന്നത്. എന്നാൽ ഈ ഡ്രോണിന്റെ പൂർണ്ണതോതിലുള്ള നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് തന്നെ ഘാതകിന്റെ അടുത്ത പിൻഗാമിയെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമാക്കിയിരിക്കുകയാണ് പ്രതിരോധ വിദഗ്ധർ. എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലെ എഞ്ചിനീയർമാരാണ് ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷിക്ക് പുത്തൻ കരുത്തേകുന്ന പുതിയ പ്രൊജക്ടിന് പിന്നിൽ. ഈ വലിയ പതിപ്പിനെ കുറിച്ചുള്ള പ്രാഥമിക പഠനങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടെയിൽലെസ് ഫ്ലൈയിങ് വിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ കൈവരിച്ച സമാനതകളില്ലാത്ത വൈദഗ്ധ്യമാണ് പുതിയ ഭീമൻ ഡ്രോണിന് അടിത്തറയാകുന്നത്. ഇന്ത്യ ഇതുവരെ വിഭാവനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തദ്ദേശീയ UCAVകളിൽ ഒന്നായിരിക്കും ഇത്. ആളില്ലാ യുദ്ധവിമാനം എന്നതിന്റെ ചുരുക്കെഴുത്താണ് UCAV. നിലവിലെ ഘാതക് പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 60 UCAVകൾ നിർമ്മിക്കാനുള്ള പ്രാരംഭ പദ്ധതികൾക്ക് മന്ത്രാലയം ഇതിനകം പച്ചകൊടി കാണിച്ചു കഴിഞ്ഞു. കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അന്തിമ ഫണ്ടിംഗ് അനുമതി കൂടി ലഭിക്കുന്നതോടെ ഇതിന്റെ നിർമ്മാണം അതിവേഗത്തിലാകും. ഘാതക് 1ന്റെ ഭാരം 13 ടണ്ണോളമാണ്. ഭാരതത്തിന്റെ കാര്യത്തിൽ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് മാർക്ക് 1ന് സമാനമായ വിഭാഗത്തിലാണ് ഇത് വരുന്നത്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ അനുയോജ്യമായ ഫ്ലൈയിങ് വിംഗ് കോൺഫിഗറേഷനിലുള്ള ഈ ആളില്ലാ വിമാനത്തിന് കരുത്തേക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി എഞ്ചിന്റെ ഡ്രൈവ് പതിപ്പാണ്. ഏകദേശം 1.5 ടൺ ഭാരമുള്ള ആയുധങ്ങൾ ഉള്ളിൽ വഹിക്കാനുള്ള ശേഷിയോടെയാണ് ഘാതക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ശത്രുവിന്റെ അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർത്ത് പൈലറ്റ്മാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ആക്രമണം നടത്താൻ ഈ ഒന്നാം തലമുറ ഘാതകിന് സാധിക്കും. ഘാതക് 1ന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും പുതിയ പതിപ്പിന്റെ ഭാവിയെങ്കിലും നിലവിലെ പഠനങ്ങൾ പ്രതിരോധ ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ്. റഫാൽ യുദ്ധവിമാനത്തിന്റെയോ ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാനമായ AMCA വിഭാഗത്തിലേക്കാണ് ഘാതക് 2നെ വിഭാവനം ചെയ്യുന്നത്. നിലവിലെ പഠനങ്ങൾ അനുസരിച്ച് ഏകദേശം 98 കിലോ ന്യൂട്ടൺ സംയുക്ത ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 2 ഡ്രൈ കാവേരി എഞ്ചിനുകളായിരിക്കും ഘാതക് 2വിന് കരുത്തുക. ഇതോടെ റഫാൽ യുദ്ധവിമാനം, ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാനമായ AMCA എന്നിവയ്ക്ക് സമാനമായ ഭാരമുള്ള വിഭാഗത്തിലേക്ക് ഈ വിമാനവും എത്തും. സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഘാതക് 1ന് പരമാവധി ടേക്ക് ഓഫ് ഭാരം 13 ടണ്ണാണ്. എന്നാൽ ഘാതക് 2ന് 20 മുതൽ 25 ടണ്ണോളമുണ്ട്. എഞ്ചിൻ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഘാതക് 1ന് സിംഗിൾ ഡ്രൈ കാവേരി എഞ്ചിനാണുള്ളത്. ഘാതക് 2ന് ഇരട്ട ഡ്രൈ കാവേരി എഞ്ചിനുമാണ് നൽകിയിരിക്കുന്നത്. ആയുധശേഷി പരിശോധിക്കുമ്പോൾ ഘാതക് 1ൽ 1.5 ടൺ ഭാരമാണ് ഉൾക്കൊള്ളുകയെങ്കിൽ രണ്ടാമത്തെ ഘാതകിന് 2.5 മുതൽ 3 ടൺ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടാകും. ഘാതക് 1ന് പ്രവർത്തന പരിധിയിൽ പരിമിതികൾ ഉണ്ടെങ്കിലും ഘാതക് 2വിന് 4000 മുതൽ 6000 കിലോമീറ്റർ വരെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനുള്ള ശേഷി നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ വലിപ്പമുള്ള ഇതിന്റെ ഉള്ളിലെ അറകളിൽ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ, സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ, ആന്റിഷിപ്പ് മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ എന്നിവ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കാം. പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ദൂരത്തിലുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കും. ഘാതക് 2 നിലവിൽ വളരെ പ്രാരംഭഘട്ടത്തിലുള്ള ഒരു ആശയം മാത്രമാണെന്നും ഘാതക് 1 പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുക എന്നതിനാണ് ADA ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒന്നാം തലമുറ UCAVയുടെ വിജയത്തെയും സായുധ സേനകളുടെ താല്പര്യത്തെയും ആശ്രയിച്ചായിരിക്കും ഇതിന്റെ ഭാവി. എങ്കിലും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇരു സേനകൾക്കും അത് വലിയൊരു കുതിച്ചുചാട്ടമാകും. വ്യോമസേനയ്ക്ക് മനുഷ്യ വിഭവശേഷി നഷ്ടപ്പെടുത്താതെ ശത്രുകേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താൻ സാധിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കാകട്ടെ വിമാനവാഹിനി കപ്പലുകളെ നേരിട്ട് അപകട മേഖലകളിലേക്ക് എത്തിക്കാതെ തന്നെ ദൂരപരിധിയേറിയ ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ശത്രുവിന്റെ തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നാവിക താവളങ്ങൾക്ക് നേരെ സ്റ്റെൽത്ത് ആക്രമണങ്ങൾ നടത്താൻ ഇത് വഴിയൊരുക്കും. ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ വ്യൂഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ ഡ്രോണുകൾ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.